കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയെക്കുറിച്ചും അതിന്റെ പ്രതിവിധികളെക്കുറിച്ചുമായിരുന്നു. അതെ, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തിറക്കിയത്. അതെ, ധാരാളം ആളുകൾ അത് കണ്ടു. ആ വീഡിയോ കണ്ടതിന് ശേഷം ചില ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ഈ വഴക്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ. ഓ, അപ്പോൾ അത് ഇന്ന് നമുക്ക് ഈ വീഡിയോയുടെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഞാൻ ബെൻസിക് മിരാൻഡ. ഞാൻ ഷില്ലി ബെൻസിക്. ഫാമിലി ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം എന്നത് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദേഷ്യപ്പെടുന്നു, കോപം ഉണ്ടാകുന്നു, അവർക്ക് ആ കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ തമ്മിൽ അക്രമ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. അടിപിടി ഉണ്ടാകും, കിട്ടുന്നതെല്ലാം വലിച്ചെറിയുന്നു, ഒരു നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല ഒരാള്. അപ്പം ഇതൊരു മാനസിക രോഗമാണോ, അതിൽ വേറെ എന്തെങ്കിലും ആണോ, അതോ വെറും കോപമാണോ? വെറും കോപമാണ്. മാനസിക രോഗം എന്ന് പറയുന്നത്, അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരാളുടെ ഈ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റമോ വികാര പ്രകടനമോ തന്നെയോ മറ്റുള്ളവരെയോ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുക. ഇത് പ്രതികൂലമായി ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരാൾ എൻ്റെ ഏതെങ്കിലും ഒരു വികാര പ്രകടനം, എൻ്റെ ഒരു ദേഷ്യം, അത് ആ ദേഷ്യം കാരണം മറ്റുള്ള ഒരാളെ ഞാൻ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുക. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ചിരി, ഞാൻ ചിരിക്കുന്നു, പക്ഷേ എൻ്റെ ഒരു ചിരി എന്നുള്ളത് രാത്രി മുഴുവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, രാവിലെയും ചിരിക്കുന്നു. അപ്പോൾ എന്നെയോ മറ്റുള്ളവരെ പ്രതികൂലമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കരയുന്നു, പക്ഷേ ഞാൻ കരയുന്നത് എൻ്റെ ഒരു ദുഃഖം അത് എന്നെയും മറ്റുള്ളവരെയും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുക. 2 ആഴ്ചയിൽ കൂടുതൽ ഇത്തരം പ്രവൃത്തികൾ, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിൽ ജോലി സ്ഥലത്ത് മറ്റുള്ളവരെ ബാധിക്കുന്നു. അപ്പോൾ നിത്യജീവിതത്തെയും സമൂഹത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ പ്രകടനമോ വികാര സ്വഭാവങ്ങളോ ആ നിലയിൽ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെയാണ് മാനസിക രോഗം എന്ന ഗണത്തിൽ പെടുത്തുന്നത്. എന്ന് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് മാതാപിതാക്കന്മാർ മക്കളോട് കോപിക്കുന്നു, അല്ലെങ്കിൽ അച്ഛനമ്മമാർ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ തമ്മിൽ ചിലപ്പോൾ കോപിക്കുന്ന ഒരു വാക്കുകൾ പറഞ്ഞേക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ മറ്റുള്ളവരോട് കോപിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാനസിക രോഗം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ മറിച്ച് ഒരു ഭാര്യ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഈ വഴക്ക് കാരണം ഭാര്യയെ കൊലപ്പെടുത്തുന്ന രീതിയിൽ ആക്രമിക്കുന്ന സ്വഭാവം പല നാളുകൾ ആവർത്തിക്കുന്നു, അതിൻ്റെ തീവ്രത കൂടുന്നു. അപ്പോൾ ഇത് ഒരു സാധാരണ കോപപ്രകടനമല്ല, മറിച്ച് മാനസിക രോഗമായിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാനസിക രോഗങ്ങൾ എത്ര തരമുണ്ട്? സാധാരണ മാനസിക രോഗങ്ങളെ കുറിച്ച് പറയുന്നത് എല്ലാവരും ആകെ ഒറ്റ മാനസിക രോഗത്തെക്കുറിച്ച് അറിയാം, വട്ട് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രോഗം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്താണ് രോഗങ്ങളെ, ലോകത്തിലെ സകല രോഗങ്ങളെയും കുറിച്ച്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ A കാറ്റഗറിയിൽ തുടങ്ങുന്ന രോഗങ്ങളാണ് അണുബാധകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. പിന്നെ B കാറ്റഗറി, C കാറ്റഗറി, അങ്ങനെ F കാറ്റഗറിയിൽ തുടങ്ങുന്ന രോഗങ്ങൾ, F കാറ്റഗറിയിൽ ഉള്ള രോഗങ്ങളാണ് മാനസികവും അതുപോലെ തന്നെ വൈകാരികവുമായ സ്വഭാവത്തെക്കുറിച്ചുള്ള, മാനസിക വൈകല്യങ്ങളെക്കുറിച്ചുള്ള, അസുഖങ്ങളെക്കുറിച്ചുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഈ F കാറ്റഗറിയിലാണ്. അതിൽ 100-ലധികം രോഗങ്ങളാണ് ഇപ്പോഴുള്ളത്, ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇത് മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ കോപം നിയന്ത്രിക്കാൻ പറ്റാതെ മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഇയാളുടെ വികാരപ്രകടനം സമൂഹത്തെ ബാധിക്കുന്നു. അപ്പോൾ അത് മാനസിക രോഗം തന്നെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊരു മാനസിക രോഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നേരിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവർ പറയും നിങ്ങൾ എന്നെ മാനസിക രോഗിയാക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? വളരെ നല്ല ചോദ്യമാണ്. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരാളുടെ കോപപ്രകടനം അയാൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ ഇങ്ങനെ അതിൻ്റെ തീവ്രത കൂടുന്നു, അത് ചിലപ്പോൾ ദീർഘനാളുകൾ നീണ്ടു നിൽക്കുന്നു. അത് യഥാർത്ഥത്തിൽ ആ കോപിക്കുന്ന ആളെ സഹായിക്കാനായിട്ട്, അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അയാളോട് പറയേണ്ട കാര്യം എന്നുള്ളത്, താങ്കൾക്ക് താങ്കളുടെ കോപപ്രകടനം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അത് താങ്കളെയും മറ്റുള്ളവരെയും ബാധിക്കുന്നു. അല്ലെങ്കിൽ ഭർത്താവിനോട് പറയേണ്ടത് ചേട്ടനെയും മറ്റുള്ളവരെയും ബാധിക്കുന്നു. അപ്പോൾ താങ്കൾക്കൊരു സഹായം ആവശ്യമാണ്, അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതാണ് എന്ന് പറയേണ്ടി വരും.
ചിലപ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും, പക്വതയുള്ള ആരെങ്കിലും അറിയിച്ച് അവരുടെ സഹായത്തോടെ ഈ വ്യക്തി പോകേണ്ടി വരും. നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് സ്വയമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നു ശരിയാണ്, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നത് തന്നെ ഒരു നല്ല സ്വഭാവമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സ്വയമായി തോന്നുന്ന ഒരു സ്വയമായി ഉള്ള തിരിച്ചറിവാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ ഇതിനെ നെഗറ്റീവായിട്ട് കാണരുത്. അയ്യോ ഞാനെങ്ങാനും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ എനിക്ക് ഭ്രാന്തെന്ന് പറയും എന്ന് ഉള്ള ഒരു ഇത് വരും. മാത്രമല്ല ജീവിത പങ്കാളി, ഇപ്പോൾ ഭാര്യ പറയുകയാണ്, നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ചിലർ മരുന്ന് കഴിപ്പ് നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയാളെ സഹായിക്കുകയാണ് വേണ്ടത്. സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഒരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഒന്നുകിൽ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൗൺസിലർ വഴി വൈദ്യസഹായം ലഭിക്കുന്ന സൈക്കാട്രിക് ഡോക്ടറിനെ കാണിക്കേണ്ടതായിട്ട് വരും. ഈ എല്ലാ കോപവും മാനസികരോഗം അല്ലെന്ന് പറഞ്ഞു. അപ്പം വീട്ടിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ, ഈ കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇത് സാരമായി ബാധിക്കത്തില്ലേ? എങ്ങനെയായിരിക്കും അവരെ ബാധിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അനേക മാതാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് അവെയറല്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടുപേർ തമ്മിൽ കോപിക്കുന്നു, ഇവരിൽ ആര് ജയിക്കും എന്ന് ഉള്ള ചിന്തയിലാണ് ഇവർ ഈ കോപപ്രകടനം വീട്ടിൽ നടത്തുന്നത്. എന്നാൽ കുട്ടികളുടെ വളരെ ലോലമായ മനസ്സാണ്. കുട്ടികൾ സ്വന്തം അച്ഛനും അമ്മയും കോപിക്കുന്ന ആ രീതി കാണുമ്പോൾ തീർച്ചയായിട്ടും അത് കുട്ടികളുടെ മാനസിക സ്ഥിതിയെ ബാധിക്കും എന്നുള്ളതാണ്. ഒരു ചെടി വളരുന്നതിന് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല പാർപ്പിടം കൊടുക്കുന്നു, നല്ല കളിക്കോപ്പുകൾ കൊടുക്കുന്നു. പക്ഷേ ഇത് മാത്രം കൊണ്ടൊരു കുട്ടിയുടെ മാനസികമായ നില വളരപ്പെടണമെന്നില്ല. അപ്പം മാനസികമായ നിലയ്ക്ക് ശാന്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകണം. മാതാപിതാക്കന്മാർ തമ്മിലുള്ള വഴക്ക് കണ്ടു വളരുന്ന കുട്ടികൾ 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഇത് വളരെ പ്രകടമായ രീതിയിൽ വ്യാപിക്കും. അത് പ്രതികൂലമായ രീതിയിൽ മാതാപിതാക്കന്മാരെയും സമൂഹത്തെയും പോലും അത് ബാധിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാർ തമ്മിലുള്ള വഴക്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. അത് അവരുടെ വളർച്ചയെ ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ തിരിച്ച് പേരൻസിനോട്, മാതാപിതാക്കന്മാരോട് റിബിയസ് ആയിട്ട് പെരുമാറും. അപ്പോൾ ഇതെല്ലാം മാതാപിതാക്കന്മാരുടെ ആ സ്വഭാവ രീതികൾ, അവർ പെരുമാറിയതൊക്കെ ഇവർ കണ്ടു വളർന്നതുകൊണ്ട് അത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നത് പേരൻസിനോട് തിരിച്ച്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കുട്ടികൾ എതിർത്ത് സംസാരിക്കുക, തണ്ടിന് മുണ്ടിന് ഉത്തരം പറയുക എന്നൊക്കെ പറയും, വരുന്ന വായിക്ക് എന്തും വിളിച്ചു പറയുക, തർക്കിക്കുക, അച്ഛനമ്മമാരെ ആക്രമിക്കുക, സ്വന്തം പിതാവിന്റെ തലയറുത്ത് കളയുക. അപ്പൊ ഇതൊക്കെ ഇതിലെല്ലാം ഇത് തന്നെ ആണെന്നില്ല. അന്ന് ചിലപ്പോ പക്ഷെ അച്ഛനും അമ്മയും നിന്നെ കൊന്നുകളയുക അങ്ങനെ ഇങ്ങനെയൊക്കെ വാക്കുകൾ കൊണ്ടായിരിക്കും മക്കളോട് പറയാം, അങ്ങോട്ടും തമ്മിൽ. പക്ഷെ ഇന്ന് അവര് റിയാലിറ്റിയിൽ കൊണ്ടുവരും, പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. കൊല്ലൂ എന്ന് പറഞ്ഞാൽ അന്നും പേരൻസ് നിന്നെ കൊല്ലൂ എന്നാണ് പറഞ്ഞെങ്കിൽ ഇന്ന് അവര് കൊല്ലുന്നു. അപ്പൊ അങ്ങനെ ആയി തീർന്നത് ചിലപ്പോൾ ചെറുപ്പത്തിലേ കിട്ടിയ പേരൻസിൽ നിന്ന് കിട്ടിയ, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ചില വാക്കുകളായിരിക്കാം, ചില രീതികളും പെരുമാറ്റത്തിൽ ലഭിച്ചതൊക്കെ ആയിരിക്കും കുട്ടികളുടെ പെരുമാറ്റത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും. തീർച്ചയായും. മാത്രമല്ല ഈ കുട്ടികൾ വളർന്ന് കല്യാണം കഴിക്കുമ്പോഴും ഒരു ഭാര്യ കോപിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഭർത്താവ് കോപിക്കുമ്പോൾ എന്ത് പറയണം? ഇത് കുട്ടികൾ പഠിച്ചത് സ്വന്തം അമ്മയിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ശരിയായ കോപ നിയന്ത്രണവും വികാരപ്രകടനവും കുട്ടികൾ പഠിക്കണമെങ്കിൽ മാതാപിതാക്കന്മാർ വീട്ടിൽ വഴക്കൊക്കെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ വരും തലമുറകൾ മുന്നോട്ട് പോകുമ്പോൾ അവര് മനസ്സിലാക്കുക അവരുടെ മാതാപിതാക്കന്മാരോട് എങ്ങനെ, അവരുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾക്ക് കോപം വരുമ്പോൾ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ കുട്ടികൾ പഠിക്കും. ന്യൂട്ടന്റെ 3rd law of motion എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി തന്നെ ഉണ്ടല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് കുട്ടികളോട് എന്താണോ മാതാപിതാക്കന്മാർ കാണിച്ചത്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ കൊച്ചുകുട്ടികൾ വീട്ടിലായിരുന്നപ്പോൾ മാതാപിതാക്കന്മാർ തമ്മിൽ എങ്ങനെ വഴക്ക് കൂടിയോ അല്ലെങ്കിൽ ഏത് തീവ്രതയിലായിരുന്നോ, ഇതേ കാര്യം കുട്ടികൾ വളരുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിഫലിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ബൈബിളിൽ ഒരു വാക്യം അതിനനുസരിച്ചുണ്ട്, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ എന്താണോ പ്രവർത്തിക്കുന്നത്, മാതാപിതാക്കന്മാർ മക്കൾക്ക് എന്താണോ മാതൃക കാണിച്ചു കൊടുക്കുന്നത്
അത് മക്കളുടെ ജീവിതത്തിൽ ഭാവിയിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പേരൻസ് തന്നെയാണ് പറയുന്നത്, എന്നെ മക്കൾ നോക്കുന്നില്ല, എന്നെ കരുതുന്നില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഇവർ തന്നെയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പറയുന്നത്. അപ്പം ഇതൊക്കെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായും. അപ്പോൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എല്ലാ ആക്ഷനും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരിയുടെ ശ്രദ്ധയോടെ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. മാത്രമല്ല, കോപം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അത് നിങ്ങളെയും നിങ്ങളുടെ മറ്റുള്ളവരെയും ബാധിക്കുന്നു. ദീർഘനാൾ അത് ആ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുന്നതാണ് നല്ലത്. മാതാപിതാക്കന്മാരായ നമ്മൾ നമ്മുടെ വീട്ടിൽ കോപത്തെ നിയന്ത്രിക്കാൻ പഠിക്കുകയും അത് കണ്ട് നമ്മുടെ മക്കൾ അവരുടെ ഭാവിയിൽ അവരുടെ കോപം നിയന്ത്രിക്കാൻ പഠിക്കുകയും സമൂഹത്തിനും കുടുംബത്തിനും ഒരു നല്ല മാതൃകയായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും. ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇടാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും നാം ഫാമിലി ഫസ്റ്റിൽ കാണുന്നവരെയും ഈ വീഡിയോ പൂർണ്ണമായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ.